ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിലോട്ട് പോവാം. ഫൈനൽ എപ്പിസോഡ്. ഹീറോയി ഇങ്ങനെ എണിപ്പിച്ചും അങ്ങനെ ഹീറോയുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇരുന്നായിരുന്നു. ഹീറോയി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്? ഹീറോയി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഹീറോയിൻ്റെ മാ ബുർക്ക കൊണ്ട് ഇപ്പോൾ വീട്ടിലുള്ളത്. എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ആക്കാൻ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഹീറോയ്ക്കൊക്കെ എന്തുമ്മാ നടക്കുന്നിടാ? എനിക്ക് മാരേജ് ആയിമ്മ. എന്താ മോൻ പറയണ? ജോക്കൊന്നും പറയണ്ടമ്മ. എനിക്ക് ഡ്രീമല്ല അമ്മ കണ്ടത്. ഇല്ല അമ്മ, ഡ്രീമല്ല, ഇത് റിയലാണ്. ഹീറോയിനോട് പറഞ്ഞു. ഇത് ഹീറോയ്ക്ക് ബേജാറായി. എന്ത് ചെയ്യാൻ പറ്റി? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹീറോയ്ക്ക് കുറച്ച് സാഡായിരുന്നു. എങ്ങനെ എനിക്ക് മാരേജ് ആയത് എന്ന് ഹീറോയി സാഡായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഉമ്മ പറയാൻ തുടങ്ങി, കുട്ടി ഒരു ഇതുണ്ടാവും. അങ്ങനെ മാരേജ് പറഞ്ഞ ഹീറോയിൻ്റെ ഉമ്മ പറയാൻ തുടങ്ങി, ശരി ഓക്കെ. അങ്ങനെ ഹീറോമാർ എല്ലാവരും ഇവിടെ ഇരുന്ന് മിണ്ടാതിരുന്നായിരുന്നു. നല്ല നല്ല ദിവസമാണ്, കുട്ടി ഒരു ഫങ്ഷന് വെക്കാം. അങ്ങനെ ഹീറോമാരോട് പറഞ്ഞു, നമ്മൾ ഒന്ന് കുറച്ച് ഫാമിലിമാർ ഫങ്ഷന് വെക്കാം. അങ്ങനെയായിട്ട് ഹീറോമാർക്ക് അങ്ങനെ ഹീറോക്ക് ഇങ്ങനെ ഏത് മാല ജ്വല്ലേഴ്സ് ഷോപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ജ്വല്ലേഴ്സ് എടുത്ത് അതെ മാല കൗത്തൊക്കെ എടുത്ത് മാരേജ് കഴിച്ചതെന്ന് കുറച്ച് ഇതാക്കാതെന്ന് വെച്ച് പോയി. രജിസ്റ്റർ മാരേജാണ് നടന്നത്. അങ്ങനെയായിട്ട് രജിസ്റ്റർ ചെയ്തതായിരുന്നു ഹീറോയ്ക്ക്. അങ്ങനെയായിട്ട് ആ മാല ഇട്ട് 7 പേര് അവർക്ക് പിടിച്ച മാതിരി മാല എടുത്ത് കവിത ഹീറോയിനെ കത്തിക്കിട്ട് അതിനായിട്ട് അതും അടങ്ങും പാർട്ടിക്കാരന് ഫങ്ഷൻ പാർട്ടിയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും ചെയ്തില്ല. ഹീറോയിൻ നല്ല ഷോൾ ഇട്ടായിരുന്നു. ഹീറോമാരാണ്. ഹീറോയിൻ്റെ വീട് നോക്കിക്കൊണ്ട് ഹീറോമാർക്ക് കാണാൻ മുങ്ങിയിട്ടുണ്ടല്ലോ എന്ന് ഹീറോമാർ സൈറ്റ് അടിക്കായിരുന്നു. ഹീറോയിനെ സൈറ്റ് അടിക്കായിരുന്നു ഹീറോമാർ. ഹീറോയ്ക്ക് ഒന്നും അറിയില്ല. അയ്യയ്യേ ഇത് നടക്കുന്നിവിടെ. അങ്ങനെ ഹീറോയിൻ ഓൾറെഡി അവർ നോക്കിയായിരുന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരു ഹീറോയിൻ ബുർക്ക മാറ്റിയപ്പോൾ അകത്ത് വന്ന് നോക്കിയായിരുന്നു. ഹീറോയിൻ ബോധമായിട്ട് എവിടിച്ചിട്ടില്ല. ഇങ്ങനെ ആരാണ്ട് പറഞ്ഞ് ഹീറോ നോക്കി ആകും നമ്മളെ വൈഫ് ഭംഗിയായിട്ടുണ്ടെന്ന്. അതിനായിട്ട് അവരൊന്നും അവിടുന്ന് പോയി. മാരേജ് ഡേയ്സ് ഹീറോയിൻ പറയാൻ തുടങ്ങി. ആറാം പറയാൻ തുടങ്ങി, നിന്നെ ഇവിടെ കോളേജ് പഠിച്ചിട്ടുള്ളത്, 3rd year ഇവിടെ പഠിച്ചിട്ടുള്ളത്, ഇവിടെ നിനക്ക് വരാൻ പറ്റില്ല. ആറാം പറയാൻ തുടങ്ങി, മോശം നീ ഇവിടെ തന്നെ പഠിച്ചോ, ഞങ്ങൾക്ക് കുറച്ച് മിലിറ്ററിക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആറാം പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിട്ട് വരാം. അതിന് ആറാം പറഞ്ഞു ശരി ഓക്കെ എന്ന്. അങ്ങനെ ആറാം കുറച്ച് നേരം അങ്ങനെ വൈഫും കൂടെ ഉണ്ടായിരുന്നു. 2 ദിവസമായി മാരേജ്. 3 ദിവസം അവർ 7 പേരും അവരവിടുന്ന് പാക്കപ്പ് ചെയ്ത് അവർ പോയി. സ്റ്റെല്ലക്ക് പൈറ്റ് ലൂസ് പിടിച്ചപ്പോൾ അതിന് സ്റ്റെല്ല അവിടുന്ന് കോളേജിൽ മാറിയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കോളേജ് പഠിക്കാൻ ചേർന്ന് തുടങ്ങി. അങ്ങനെ ഹീറോമാർ അതിൻ്റെ മിലിറ്ററിക്ക് പോയി. അവിടുന്ന് നല്ല ഹീറോയിൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഹീറോമാർ മിലിറ്ററിയിൽ വന്ന് സോങ് ഇങ്ങനെ ഇന്ത്യയൊക്കെ വന്നു. ഹീറോയിൻ കൂടെ എൻജോയ് ചെയ്താൽ മിലിറ്ററിയിൽ വന്നു. പിന്നെ അവിടേക്കും പോയിരുന്നു. അവർ സോങ് സിംഗിങ് എല്ലാം കഴിഞ്ഞ് ഇന്ത്യയൊക്കെ വന്നായിരുന്നു. ഹീറോയിൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വന്നു. സിംഗിങ് ടൈമായി എന്ന് അവർ പോയി അവിടുന്ന്. ആ സിംഗിങ് എല്ലാം കഴിഞ്ഞ ശേഷം ഹീറോയിൻ്റെ വീട്ടിൽ വരുമ്പോൾ ഹീറോയിൻ ഷോക്കായി. എന്താ സിംഗിങ് എല്ലാം കഴിഞ്ഞു എനിക്ക് കുറച്ച് ഇപ്പം എനിക്കിപ്പോൾ എക്സാമാണ് ഞാൻ ഹീറോയിൻ പറയാൻ തുടങ്ങി. എന്ത് എക്സാമാ? അതെ എക്സാമാണ്, ടെസ്റ്റ് ഉണ്ട്, പാസ് ഫയൽ. ശരി ഓക്കെ ഹീറോ പറഞ്ഞാൽ അവളെ സ്റ്റാർട്ട് ചെയ്തില്ല. അങ്ങനെ ഹീറോയിൻ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. ആറാം കൂടെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ ശരി ഓക്കെ. എന്നിട്ട് ഹീറോയിൻ എല്ലാം പാസ് ചെയ്ത് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ പ്രിൻസിപ്പൽ ഇങ്ങനെ ഗ്രാജുവേറ്റ്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായി, ഗ്രാജുവേറ്റായി. ഹീറോ സ്മൈൽ ചെയ്ത് എല്ലാവരും താങ്ക്സ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു ചെക്കൻ വന്ന്. ഹീറോയ്ക്ക് ആ കോളേജ് സീനിയർ ആയിരുന്നു. സീനിയർ പ്രാച്ച് ജോലിയായിരുന്നു. സീനിയർ വന്നിട്ട് പ്രൊപ്പോസ് ചെയ്ത്. ജിമ്മിന് കടുപ്പായി, ഞങ്ങൾക്ക് വീക്ക് കടുപ്പായി. എടാ ഞാൻ മണ്ടയിൽ കൊടുക്കൂടാ, എൻ്റെ വൈഫ് എന്നിടാ പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്നതെന്ന് ആറാം പിടിച്ചു. മുണ്ടാതില്ല എന്തോ നടക്കും. സോറി സീനിയർ, എനിക്ക് ഓൾറെഡി മാരേജായി. അങ്ങനെ ഫാത്തിമ പറഞ്ഞു. അത് കേട്ടിട്ട് സീനിയർ ഷോക്ക്. നീ ഒന്ന് കളവ് പറയട്ടെ. ഇല്ല എനിക്ക് മാരേജായി എന്ന് ഹീറോയി പറഞ്ഞു. അത് കേട്ട് സൂറനെ നോക്കി. സൂറ പറഞ്ഞു, അതെ ഇവൾക്ക് മാരേജായി. അവിടെ അവളെ ഹസ്ബൻഡോടും നിന്നെ നോക്കി മുറിച്ചിട്ടുണ്ട് സീനിയർ പറഞ്ഞിട്ട്. ശരി നോക്കിയിട്ട് അവൻ എവിടെ നിന്ന് പോയി. ആ സീനിയർ ഹീറോമാർ ഭയങ്കര ഗാൻഡിലായിരുന്നു. അങ്ങനെ ഹീറോമാർ ചെന്ന് കുറച്ച് ട്രിപ്പ് അതന്നെ ഇപ്പോൾ സിംഗിങ് എല്ലാം കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയിൻ കുളിക്കാൻ പോയിരുന്നു. ഹീറോയിൻ കുളിച്ച് ഫ്രഷായിട്ട് വന്നു. ഡിന്നർ കഴിക്കായിരുന്നു. 7 മാറി ഹീറോയിൻ ഒരുമാതിരി നോക്കായിരുന്നു. ഹീറോയ്ക്ക് തലക്ക് കിളി. ഹീറോയിൻ അയ്യയ്യേ ഇവർ നോക്കുന്നത് എന്നെ ശരിയില്ലല്ലോ, ഇവിടുന്ന് ഓടിപ്പോകുന്നത് എനിക്ക് നല്ലത് എന്നെ ഹീറോയിൻ എനിക്കറിഞ്ഞ്. മോൾ എവിടേക്കാമ്മ നീ പോകുന്നത്? ഇല്ലമ്മ എൻ്റെ റൂമിക്കാ. ഇപ്പോൾ നിനക്ക് ഗ്രാജുവേറ്റായി, ഇനി പഠിക്കാൻ ആവശ്യമില്ല. ഇപ്പോൾ എല്ലാവരും ഒക്കെ ഇറങ്ങിക്കോ. അത് ആ റൂമിൽ പോയി. അവർ വലിയ റൂമുണ്ടായിരുന്നു. ആ റൂമിൽ പോയിക്കോ. ഉമ്മ അത് പറഞ്ഞേക്കുമ്മ.
ആ നീ പോയിക്കോ. അത് മാത്രമല്ല ആ ഞാനും ഇവിടുന്ന് പോവാണ്. എന്താ മോനെ പറഞ്ഞേ? ഇല്ല മോളെ, ആൻറ്റീൻ്റെ മോക്ക് ആൻറ്റീൻ്റെ മോക്ക് എന്ത് ആൻറ്റീൻ്റെ മോളാ? ഇല്ലമ്മ, ആൻറ്റീൻ്റെ മോക്ക് കുട്ടി ജനിച്ചായിരുന്നു. ഒരു ഹോസ്പിറ്റലാണ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ നോക്കിയിട്ട് വരാം. അത് മുതൽ ട്രിപ്പ് എൻജോയ് ചെയ്ത് വരാം എന്ന് പറഞ്ഞ് ഉമ്മ ഉപ്പ അവിടുന്ന് ഓടിപ്പോയി. ശരി ഇവിടുന്ന് ഇന്ന് ശരിയാല ഹീറോയും കിടുകിടും റൂം പോയി. അങ്ങനെ റൂം പോയി. അപ്പോൾ എന്തായിട്ട് നടക്കുന്നില്ല. അങ്ങനെ ഫോൺ വന്ന്, ഹലോ മച്ചേ, എന്താ ചെയ്യുക? എടി എനിക്കിവിടെ പേടിയാണ് നടന്ന കാര്യം പറയുന്നത്. അതുകൊണ്ട് സൂറെ കളിയാക്കട്ടെ. എല്ലാം നടക്കട്ടെ എന്നെ വാദം മുട്ട് തുടങ്ങി. എന്താ അങ്ങനെ ഫോൺ എടുത്ത് വെച്ച് അവിടുന്ന് ആറാമായിരുന്നു. ആറാം പറയാൻ തുടങ്ങി. എന്താ ചെയ്യുക? ഒന്നും ചെയ്തില്ല. ആറാം അകത്ത് റൂം പോകാൻ എന്തിനാടാ ഇങ്ങനെ നോക്കുന്നത്? അങ്ങനായിട്ട് ആറാം റൂമിൽ വന്നു. അങ്ങനെ റൂമിൽ അവർ രണ്ടുപേരും റൊമാൻസ് ചെയ്യാനാണെങ്കിൽ അവർ എഴുതുന്നത് ഇങ്ങനെ ഓരോ നാളെ അവരെ കൂടെ റൊമാൻസ് ചെയ്ത എഴുപേർ വിക്ഷേപിച്ചത് ജങ്കുക്ക് വിടടാ ഇന്ന് ജങ്കുക്കാണ് ജങ്കുക്ക് വിടടാ ഹീറോ പറഞ്ഞു. അങ്ങനെ ഡേയ്സ് പോകുന്നതാണെങ്കിൽ ഹീറോ അഡ്മിറ്റായി. ഫ്രണ്ടൊക്കെ കളിയാക്കി തുടങ്ങി. ഇപ്പോൾ ഡെലിവറി പെയിൻ വന്നു. ഹീറോ ഹോസ്പിറ്റലിൽ എടുത്ത് പോയായിരുന്നു. ഹോസ്പിറ്റലിൽ ഭയങ്കര ഡെലിവറി പെയിനിൽ ഹീറോ കരയാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് കുട്ടി ജനിച്ചു. നല്ല ഭംഗിയുള്ള ബേബീസ് ആണ്. 7 ബേബീസാണ്. ഹീറോയും മയങ്ങി വീണായിരുന്നു. അങ്ങനെ ഹീറോയി കണ്ണ് തുറന്ന് നോക്കും. ബേബീസ് എല്ലാം ക്യൂട്ടായിരുന്നു. 7 പേരുടെ കയ്യിൽ ബേബീസ് ഓരോന്നുണ്ടായിരുന്നു. ഹാപ്പി എൻഡിങ്.